ഹൈ ഡിയോസ്, ഇറ്റ്സ് മീ ദേവു ഗൂഗിൾ. അപ്പോൾ എൻ്റെ ഒരു വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം എന്താ ഇതൊക്കെ ഒതുക്കുന്നതല്ലേ. ഉച്ചയ്ക്ക് ഞാനും ബേബിയും കൂടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് കിച്ചണിൽ ചെന്നപ്പോഴത്തേന് പായസം ആവുന്നുണ്ട്. കാര്യം എൻ്റെ ചേട്ടൻ്റെയും ചേട്ടത്തിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്, 11 വർഷമായി. പിന്നെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നടക്കാനായിട്ട് ഇറങ്ങിയാണ്. എല്ലാ ദിവസവും ഞാൻ നടക്കാറുണ്ട് കേട്ടോ. കാശി ബേബീനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ടിട്ട് ഞാൻ ഇത് കണക്ക് ചെറുതായിട്ട് നടക്കൂട്ടോ. അതിനുള്ള ബെനിഫിറ്റ് എനിക്ക് അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നും നടക്കാറുണ്ട്. അന്ന് ഞാൻ ഒറ്റയ്ക്ക് നടന്നു. ഇപ്പോൾ ദേ എൻ്റെ ബേബി ഉണ്ട് കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര വികൃതി, ഇവനെ കാത്തുന്ന സമയം പോകുന്നേ അറിയത്തില്ല. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് അമ്പലത്തിൽ കെട്ടുകാഴ്ച വരുന്നുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് ബേബീനെയും കൂട്ടിയിട്ട് ഇറങ്ങിയാണ്. പിന്നെ ഞാനൊരു കട്ടൻ കാപ്പി ഇട്ട് മോദകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ വല്യമ്മച്ചനുണ്ട്, എൻ്റെ അമ്മയുടെ ചേച്ചിയാണ്. വീഡിയോ എടുക്കുന്നത് കണ്ടില്ല, അതാണ് ഇടയ്ക്ക് വന്ന് കയറിയത്. വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചു. എനിക്ക് അടുത്ത് പൊക്കൂടാ, 7 കഴിഞ്ഞുകൊണ്ടിട്ട് എനിക്ക് അടുത്ത് പൊക്കൂടാ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടീനെ കൊണ്ടിട്ട്, അതായത് എൻ്റെ ഫോണിലെടുത്ത ഫോട്ടോ ഇത്ര ക്ലാരിറ്റി ആയിട്ടൊരു കുട്ടീനെ കൊണ്ടിട്ട് ഞാൻ ചെയ്യിപ്പിച്ചാണ് കേട്ടോ. അത് കണ്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ അവനെ കൊണ്ടിട്ട് ഒരെണ്ണോടെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ബ്രദറിനും ചേട്ടത്തിക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. അവരുടെ വെഡിങ് ആനിവേഴ്സറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റാണ് കേട്ടോ. ഇവരുടെ 10 ഇയേഴ്സ് ലവ് ആണ്. 8ലും 10ലും പഠിക്കുമ്പോഴുള്ള പ്രണയമാണ്. പൂ അണിഞ്ഞിട്ടിപ്പം 11 വർഷമായി. മൊത്തം 21 വർഷത്തെ കണക്കാണ് കേട്ടോ. കാശി ബേബിക്കും ജാനിമോക്കും ഫുഡ് കൊടുക്കുകയാണ്. ഇതെൻ്റെ അനിയത്തിയാണ്. അവൾ കോളേജിലാരോ പൊതിച്ചോറ് ഉച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമായിട്ട് അത് അവർക്ക് ബിരിയാണി മേടിച്ചു കൊടുത്തിട്ട് എനിക്ക് പൊതിച്ചോറ് കൊണ്ടുതന്നത്. ഇങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ ആളുകളൊക്കെ ഉള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ലേ. ചെറിയ ജലദോഷം ഉള്ളതുകൊണ്ടിട്ട് ഒരു ആവിയും കൂടെ പിടിച്ചിട്ടാണ് കിടന്നത്.